നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേസരിയാണ്. അപ്പോൾ നമ്മുടെ മലബാർ കിച്ചണിലെ സ്ഥിരം വ്യൂവറായ മാളൂസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ മാളൂസിന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കേസരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കേസരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്നീ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. കേസരി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാത്രം വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണിനടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഇത്തിരി കശുവണ്ടി പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കേസരി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കേസരി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടായതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളവും അതുപോലെ തന്നെ റവയും അളന്നെടുക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇനി നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ റവയൊക്കെ ചേർത്ത് ഫ്ലെയിം നല്ലതുപോലെ വേണം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ കുറച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നെയ്യുടെ ഫ്ലേവർ ശരിക്കും റവയിൽ കിട്ടണം. നമുക്ക് ശരിക്കും ആ ഒരു മണം കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അതുപോലെ റവയുടെ കളർ ഒരിക്കലും മാറി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കരുത്. നല്ലതുപോലെ യോജിപ്പിച്ച് നല്ലൊരു മണം വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ റവയും നെയ്യൊക്കെ ആയിട്ട് നല്ലതുപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. റവ വറുത്തെടുത്തതിന് ശേഷം ഞാൻ അതേ പാത്രത്തിലോട്ട് ഒരു 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ 1 കപ്പ് റവ അളന്നിരിക്കുന്ന അതേ കപ്പിൽ 3 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 4-4.5 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം ഞാൻ ഒരു 2 നുള്ള് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് റെഡ് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ യെല്ലോയോ അതുപോലെ ഓറഞ്ച് റെഡോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി കളർ ശരിക്കും ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കേസരിക്ക് ഒരു നല്ല കളർ കിട്ടണമെന്നാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളക്കണം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഫ്ലേവറിന് മാത്രം 1 ടേബിൾ സ്പൂൺ ചേർത്ത് ബാക്കിയുള്ളത് വെജിറ്റബിൾ ഓയിൽ വെച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിനകത്തൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർക്കരുത്. എന്നിട്ട് ഇളക്കി കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തവി വെച്ച് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിക്കും ഈ വെള്ളം നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരണം. ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഇതിലോട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്നത് അവസാനമാണ്. അപ്പോൾ ആദ്യം വെള്ളം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ ശരിക്കും നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ റവ അളന്നിരിക്കുന്ന അതേ കപ്പിന് 1 കപ്പ് പഞ്ചസാര ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം തവി വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി പഞ്ചസാര ശരിക്കും ഇതിനകത്ത് നിന്ന് മെൽട്ടായി റവയായിട്ട് നല്ലതുപോലെ ചേർന്ന് കിട്ടണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഉരുക്കി ശരിക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ പഞ്ചസാര ശരിക്കും ഉരുകി വന്നതിന് ശേഷം നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4.5 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് കൂടി ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഇതേ കണക്കിൽ ഉപയോഗിച്ചാലും മതി. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പാകത്തിന് വേണം കിട്ടാൻ. നെയ്യൊക്കെ ശരിക്കും തെളിഞ്ഞ് വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ആ റവ ചേർത്ത് മിക്സ് ചെയ്ത ടൈമിൽ തന്നെ ഞാനൊരു 2 പിഞ്ച് ഉപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ പാത്രത്തിലൊന്ന് നെയ്യ് തൂകിയതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ കേസരി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ, കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കേസരിയിൽ നമ്മൾ 1 കപ്പിന് 3 കപ്പ് വെള്ളം എന്ന് പറയുന്ന കണക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ചെയ്യണമെന്നാണെങ്കിൽ 1.5 കപ്പ് പാലും 1.5 കപ്പ് വെള്ളവും വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അത്രയധികം ടേസ്റ്റിയാണ്, നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.